നമ്മുടെ ഓവറിൽ നിന്ന് എഗ് എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം പ്രഗ്നൻസി ആവുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എഗ് മാത്രമൊന്നുമല്ല, ബീജവും ഈവൻ ഭ്രൂണവും ഒക്കെ ഫ്രീസ് ചെയ്യാം വർഷങ്ങളോളം. എഗ് ഫ്രീസിങ് ഇതൊക്കെ എന്തിനാ എന്ന് ചിന്തിച്ചില്ലേ? സ്ത്രീകൾക്ക് ഒരു 30-35 വയസ്സ് കഴിയുമ്പോൾ അവരുടെ എഗ്ഗിന്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒക്കെ വല്ലാണ്ട് ഇടിവ് വരും. പ്രഗ്നൻസി കിട്ടാനും ഈവൻ കിട്ടിയാൽ തന്നെ അത് ഹെൽത്തി ആവാനും ഒക്കെയുള്ള ചാൻസും കുറയും. അപ്പോൾ നല്ല എഗ്ഗുള്ള സമയത്ത് അതെടുത്ത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് 10 വർഷത്തിന് ശേഷം ഒരു പ്രഗ്നൻസി, ഇതൊക്കെ കോമൺ ആണ് ഇപ്പോൾ. ഇതൊക്കെ ആരാ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? ഫാമിലി പ്രോബ്ലംസ്, പഠനം, ജോബ്, കരിയർ ഓറിയന്റഡ് ഒക്കെ ഇതൊക്കെ സെറ്റിൽ ആയിട്ട് മതി കല്യാണം, പ്രഗ്നൻസി എന്നൊക്കെ കരുതുന്നവർ ഇത് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്ന്, ചെറുപ്പത്തിൽ തന്നെ ഓവറിക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്ന് നശിച്ചു പോകേണ്ടവര്, സിവിയർ എൻഡോമെട്രോസിസ് ആയിട്ട് മൾട്ടിപ്പിൾ സർജറീസ് വേണ്ടിവര്, ക്യാൻസർ ബാധിച്ച് റേഡിയേഷൻ, കീമോതെറാപ്പി ഒക്കെ എടുക്കേണ്ടി വരുന്നവർക്ക് അതിനു മുമ്പേ അവരുടെ അണ്ടങ്ങളൊക്കെ സേഫ് ആക്കി വെക്കാം. എല്ലാ ഇൻഫെർട്ടിലിറ്റി സെന്റേഴ്സിലും ഈ സൗകര്യം ഉണ്ട്. പക്ഷെ അത് അത്ര സിമ്പിൾ ഒന്നും അല്ല കേട്ടോ. അത്യാവശ്യം ചെലവുള്ള IVF പ്രൊസീജിയറിന്റെ ഒരു ഭാഗമാണിത്. അണ്ടങ്ങളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഹോർമോൺ ഇഞ്ചക്ഷൻസ് എടുക്കണം. തിയേറ്ററിനകത്ത് വെച്ച് ഓവം പിക്കപ്പ് പ്രൊസീജിയർ വഴി നീഡിൽ കുത്തി അണ്ടങ്ങൾ കളക്ട് ചെയ്യണം. ഇനി വർഷങ്ങൾക്ക് ശേഷം പ്രഗ്നൻസി വേണ്ടപ്പോൾ ഈ അണ്ടങ്ങളൊക്കെ എടുത്ത് അകത്തിട്ട് നാച്ചുറലി പ്രഗ്നൻസി ആക്കാം എന്നും കരുതരുത്. IVF പ്രഗ്നൻസി മാത്രമാണ് ഇവിടുത്തെ ഓപ്ഷൻ. എന്നാലും വേണ്ടവർക്ക് ഇത് യൂസ്ഫുൾ തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ മനസ്സിലും കുറെ സംശയങ്ങൾ വന്നില്ലേ? ധൈര്യമായിട്ട് യൂസ് കമന്റ് ബോക്സ്.